ദ പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു വിമാനത്തിലാണ് വിശ്രമിക്കുകയും യാത്ര ആസ്വദിക്കുകയും ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ 24,000 അടി ഉയരത്തിൽ സങ്കല്പിക്കാനാവാത്ത എന്തോ ഒന്ന് സംഭവിക്കുന്നു. വിമാനത്തിന്റെ മേൽക്കൂര പൊടുന്നനെ കീറിപ്പോകുന്നു. ഇതൊരു സിനിമയിലെ രംഗമല്ല, അതൊരു യഥാർത്ഥ കഥയാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ ദുരന്തത്തിന് കാരണമായത്, യാത്രക്കാർക്കും ജീവനക്കാർക്കും എന്ത് സംഭവിച്ചു, അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്നിവ നമുക്ക് നോക്കാം. ഈ കഥ ആകാശത്തിലെ അപകട സാധ്യതകളെയും സുരക്ഷാ നടപടികളെയും കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. 1988 ഏപ്രിൽ 28 ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഹവായിൽ അലോഹ എയർലൈൻസിന്റെ 243 എന്ന വിമാനം പറന്നുയരാൻ പോവുകയായിരുന്നു. മനോഹരമായ വെയിൽ നിറഞ്ഞ ദിവസമായിരുന്നു. മിക്ക യാത്രക്കാരും അവരുടെ അവധിക്കാലം ആസ്വദിക്കാൻ ഉണ്ടായിരുന്നു. ഹവായിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഇത് പസഫിക് സമുദ്രത്തിലെ ഒരു കൂട്ടം ദ്വീപുകളാണ്. ഇത് അമേരിക്കയുടെ ഭാഗമാണ്. ഈ ദ്വീപുകൾ മനോഹരമാണ്. അവയുടെ തലസ്ഥാനം ഹോണോലുലു ആണ്. ഈ വിമാനം ഹിലോയിൽ നിന്ന് ഹോണോലുലുവിലേക്ക് പോവുകയായിരുന്നു. ഹവായിയുടെ തെക്കേ അറ്റത്തുള്ള ദ്വീപാണ് ഹിലോ. അത് വലിയ ദൂരമായിരുന്നില്ല. അത് 35 മിനിറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ഒരു സാധാരണ ഫ്ലൈറ്റ്. വിവിധ ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രാദേശിക ഹവായിൻ എയർലൈനാണ് അലോഹ എയർലൈൻസ്. ദൂരം കുറവായതിനാൽ ഈ നിർദ്ദിഷ്ട വിമാനം രാവിലെ 8 മുതൽ ഇതിനകം 8 തവണ പറന്നു. ഇത് 3 വ്യത്യസ്ത റൗണ്ട് ട്രിപ്പുകൾ നടത്തിയിരുന്നു. എന്നാൽ ഇത് അസാധാരണമായിരുന്നില്ല. അത്തരം വിമാനങ്ങൾക്ക് ഇത് സാധാരണമാണ്. എല്ലാം വേണ്ടതുപോലെ നടന്നു. യാത്രക്കാർ കയറി, വാതിലുകൾ അടച്ചു. കൃത്യം 1:25 PM ഫ്ലൈറ്റ് പുറപ്പെട്ടു. എന്നിരുന്നാലും അസാധാരണമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. യാത്രക്കാരിൽ ഒരാൾ വിമാനത്തിൽ കയറുമ്പോൾ വാതിൽ കടക്കുന്നതിനു മുമ്പ് വിമാനത്തിന്റെ ബോഡി നിർമ്മിച്ച റിവറ്റ് ഷീറ്റുകളിലൊന്നിൽ ഒരു ചെറിയ വിള്ളൽ എയർ ഹോസ്റ്റസ് മിഷേൽ ഹോണ്ട ശ്രദ്ധിച്ചു. പക്ഷേ ഇതൊരു പേരുകേട്ട എയർലൈൻ ആയതിനാൽ, വിമാനം സ്ഥിരമായി പറക്കുന്നതിനാൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് കരുതി അവൾ അത് ആരോടും പറഞ്ഞില്ല. വിമാനം പതിവായി പരിശോധിക്കാറുണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നും അവർ അനുമാനിച്ചു. അത് അസംബന്ധമാണെന്ന് അവർ പിന്നീട് കരുതിയിരിക്കണം. അത്രയും മോശമായതാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ ഇത് എത്രത്തോളം വിനാശകരമാകുമെന്ന് ആർക്കും സങ്കല്പിക്കാനാവില്ല. സത്യമാണ്. വിമാനം പറന്നുയർന്ന് 10 തൊട്ട് 15 മിനിറ്റുകൾക്ക് ശേഷം എയർ ഹോസ്റ്റസുമാർ ട്രോളികൾ കൊണ്ടുവന്ന് യാത്രക്കാർക്ക് പാനീയം നൽകാൻ തുടങ്ങി. സീറ്റ് ബെൽറ്റ് അടയാളം ഇതുവരെ ഓഫാക്കിയിട്ടില്ല. കാരണം വിമാനം ക്രൂയിസിംഗ് ഉയരത്തിലെത്തുമ്പോൾ മാത്രമേ ഇത് സാധാരണയായി ഓഫാക്കാറുള്ളൂ. ഈ വിമാനത്തിന് ക്രൂയിസിംഗ് ഉയരം 24,000 അടിയായിരുന്നു. യാത്രക്കാർക്ക് പാനീയം വിളമ്പുന്ന 3 എയർ ഹോസ്റ്റസുമാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പറന്നുയർന്ന് 20 മിനിറ്റിനുള്ളിൽ വിമാനം 24,000 അടി ഉയരത്തിലെത്തി. ഇത്രയും ഉയരത്തിലെത്തിയപ്പോൾ തന്നെ വലിയ സ്ഫോടനമുണ്ടായി. യാത്രക്കാർ വലിയ ശബ്ദം കേട്ടു. പെട്ടെന്നുള്ള ഡീകംപ്രഷൻ ഉണ്ടായി. ആളുകൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതാകെ കുഴപ്പവും ഭയങ്കര ആശയക്കുഴപ്പവുമായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ചില യാത്രക്കാർ ചുറ്റും നോക്കിയപ്പോൾ വിമാനത്തിന്റെ മേൽക്കൂരയും ചുറ്റുമതിലുകളും നഷ്ടപ്പെട്ടതായി കണ്ടു. അവർക്ക് മുകളിൽ ആകാശം കാണാമായിരുന്നു. വിമാനത്തിന്റെ ശരീരത്തിന്റെ മുൻഭാഗത്തിന്റെ ഏകദേശം 35 മീറ്റർ സ്ക്വയർ ശിഥിലമാകുകയും പറന്നു പോവുകയും ചെയ്തു. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ക്യാബിനിലെ വായു എപ്പോഴും ഒരു വിമാനത്തിൽ സമ്മർദ്ദത്തിലായതിനാൽ നമുക്ക് സാധാരണ ശ്വസിക്കാൻ കഴിയുമെന്നതാണ്. അല്ലാത്തപക്ഷം 24,000 അടി ഉയരത്തിൽ അന്തരീക്ഷ മർദ്ദം വളരെ കുറവാണ്. വായു വളരെ നേർത്തതാണ്. നമുക്ക് സാധാരണ ശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിമാനങ്ങൾക്ക് സ്വന്തമായി പ്രഷറൈസേഷൻ സംവിധാനം ഉള്ളത്. അത് പമ്പ് ചെയ്ത് വായുവിനെ നിയന്ത്രിക്കുന്നു. ചില കാരണങ്ങളാൽ ഈ സംവിധാനം തകരാറിലാവുകയും വിമാനം ഒരേ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയും ചെയ്താൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഓക്സിജൻ മാസ്കുകൾ താഴെ വീഴും. സുരക്ഷാ ബ്രീഫിങ്ങുകളിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിരിക്കണം. ക്യാബിൻ മർദ്ദം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഓക്സിജൻ മാസ്കുകൾ കുറയും. ഈ ഓക്സിജൻ മാസ്കുകളിൽ സാധാരണയായി 15 തൊട്ട് 20 മിനിറ്റ് നേരത്തേക്ക് ഓക്സിജൻ വിതരണം അടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് പൈലറ്റിന് 10,000 അടിയിൽ താഴെ, അതായത് ആളുകൾക്ക് സാധാരണയായി ശ്വസിക്കാൻ കഴിയുന്ന ഉയരത്തിലേക്ക് വിമാനം ഇറക്കാൻ സാധിക്കണം. പക്ഷേ ഈ സംഭവത്തിൽ ഫ്ലൈറ്റ് 243 സംഭവിച്ചത് വിമാനത്തിന്റെ മേൽക്കൂര പറന്നു പോയതിനാൽ ഓക്സിജൻ മാസ്ക് സംവിധാനം പൂർണ്ണമായും നശിച്ചു എന്നതാണ്. ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിച്ചില്ലെങ്കിൽ ബോധം നഷ്ടപ്പെടുകയും ഒടുവിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഹൈപ്പോക്സിയെക്കുറിച്ച് ആളുകൾ ആശങ്കാകുലരായിരുന്നു.
നിമിഷങ്ങൾക്കകം ആളുകൾക്ക് തലകറക്കവും ആശയക്കുഴപ്പവും അനുഭവപ്പെട്ടു. അത്തരം സന്ദർഭങ്ങളിൽ ബോധം നഷ്ടപ്പെടാൻ 1 തൊട്ട് 2 മിനിറ്റ് മാത്രമേ എടുക്കാറുള്ളൂ. സ്ഫോടനം നടക്കുമ്പോൾ 15ാം നിരയ്ക്ക് സമീപമായിരുന്നു മിഷേൽ ഹോണ്ട എന്ന എയർ ഹോസ്റ്റസ്. അവൾ ഇന്റർകോം വഴി കോക്പിറ്റുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ പ്രതികരണം ഉണ്ടായില്ല. രണ്ടാമത്തെ എയർ ഹോസ്റ്റസ് സിബി ലാൻഡിംഗ് 5ാം വരിക്ക് സമീപം ഒരു യാത്രക്കാരന് പാനീയം നൽകുന്നതിനിടെ വിമാനത്തിന്റെ മേൽക്കൂര പൊട്ടിത്തെറിച്ചു. അവൾ വിമാനത്തിൽ നിന്ന് പറന്നുപോയി. അവരുടെ 3ാമത്തെ സഹപ്രവർത്തകയായ ജെയിൻ സാറ്റോറോ 2ന് സമീപമായിരുന്നു. പറക്കുന്ന ലഗേജിൽ തട്ടി അവൾ നിലത്തേക്ക് വീണു. ചുറ്റും ബഹളം കൊണ്ട് നിറഞ്ഞു. പൈലറ്റുമാരിൽ നിന്ന് മിഷേലിന് ഉത്തരം ലഭിക്കാതായപ്പോൾ വിമാനം പറത്താൻ അറിയാമോ എന്ന് ചോദിക്കാൻ അവൾ ഓരോ യാത്രക്കാരുടെ ഇടയിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഇത് യാത്രക്കാരെ കൂടുതൽ ഭയപ്പെടുത്തി. അവരോട് വിമാനം പറത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് പൈലറ്റുമാരെ കുറിച്ച് അവരെ ആശങ്കയിലാക്കി. ഇതെല്ലാവരും പൈലറ്റിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്ന ചിന്തയിലേക്ക് നയിച്ചു. പരിശീലനം സിദ്ധിച്ച പൈലറ്റുമാരില്ലാതെ യാത്രക്കാർ അപകടത്തിൽപ്പെടാൻ വിധിക്കപ്പെട്ടിരുന്നു. അവൾ തറയിലൂടെ ഇഴഞ്ഞു. കോക്പിറ്റിന് സമീപം അവിടെ അവളുടെ സഹപ്രവർത്തക ജെയിനിന്റെ തലയിൽ രക്തസ്രാവം കണ്ടു. അവൾ കോക്പിറ്റിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. എല്ലാവർക്കും ബോധം നഷ്ടപ്പെട്ട് മരിക്കുന്നതിന് മുമ്പ് വിലയേറിയ നിമിഷങ്ങൾ മാത്രമേ അവശേഷിച്ചുള്ളൂ. ഹൈപ്പോക്സിയ കൂടാതെ മണിക്കൂറിൽ 500 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ശക്തമായ കാറ്റ് യാത്രക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇത് അവരുടെ കണ്ണുകൾ തുറക്കുന്നത് ബുദ്ധിമുട്ടാക്കി. ആ ഉയരത്തിലെ താപനില -15 °C ആയിരുന്നു. ഓക്സിജൻ വിതരണം ഉണ്ടെങ്കിൽ പോലും അത്തരം തണുത്ത സാഹചര്യങ്ങളിൽ അതിജീവനം അസാധ്യമായിരുന്നു. പ്രത്യേകിച്ചും മിക്ക യാത്രക്കാരും ഷോർട്സും ടീഷർട്ടും മാത്രമാണ് ധരിച്ചിരുന്നത്. അപ്പോഴും ബോധമുള്ള ഒരേ ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് മിഷേൽ മാത്രമായിരുന്നു. അവൾ പൈലറ്റുമാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാമോ? എന്നാൽ പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായില്ല. ഈ അപകടങ്ങൾക്കിടയിലും പൈലറ്റുമാരുടെ ഓക്സിജൻ മാസ്കുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നതിനാൽ പൈലറ്റുമാർ ജീവനോടെയും യാത്രക്കാരേക്കാൾ മെച്ചപ്പെട്ട നിലയിലുമാണ് എന്നതായിരുന്നു സന്തോഷ വാർത്ത. 36-കാരനായ ഫസ്റ്റ് ഓഫീസർ മിമി ടോംകിൻസിനൊപ്പം 11 വർഷമായി അലോഹ എയർലൈൻസിന്റെ സേവനമനുഷ്ഠിച്ച പരിചയസമ്പന്നനായ പൈലറ്റായ 44-കാരനായ ക്യാപ്റ്റൻ റോബർട്ട് ഷോംസ്റ്റൈമർ ആയിരുന്നു കമാൻഡിൽ. സ്ഫോടനമുണ്ടായപ്പോൾ 2 പൈലറ്റുമാർക്കും ഞെട്ടൽ അനുഭവപ്പെട്ടു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ വിമാനത്തിന്റെ മേൽക്കൂരയും കോക്പിറ്റിന്റെ വാതിലും നഷ്ടപ്പെട്ടതായി കണ്ടു. ചുറ്റുപാടും അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർ ഓക്സിജൻ മാസ്കുകൾ ധരിച്ച് അടിയന്തരമായി ഇറങ്ങാൻ തീരുമാനിച്ച് അതിനായി പരിശ്രമിച്ചിരുന്നു. മണിക്കൂറിൽ 500 കിലോമീറ്റർ വേഗത്തിൽ പറന്ന അവർ മിനിറ്റിൽ 4100 അടി താഴേക്കിറങ്ങി. അവർ മറ്റൊരു ഗുരുതരമായ പ്രശ്നം നേരിട്ടു. സംഭവത്തെ തുടർന്ന് വിമാനത്തിന്റെ മൂക്ക് 1 മീറ്ററോളം താഴ്ന്നിരുന്നു. ഈ അവസ്ഥയിൽ ഏറെ നേരം പറന്ന് വിമാനം തകരാൻ ഇടയാക്കി. സ്ഥിതിഗതികൾ അറിയിക്കാൻ മിമി ടോംകിൻസ് ഹോണോലുലുവുമായി ബന്ധപ്പെട്ടു. അടുത്തായതിനാൽ മൗയിയിൽ ഇറങ്ങാൻ അവരോട് നിർദ്ദേശിച്ചു. ഉച്ചയ്ക്ക് 1:48 അവർ മൗയി ടവറിനെ അവരുടെ അടിയന്തരാവസ്ഥ അറിയിച്ചു. മേൽക്കൂര പൊട്ടിത്തെറിച്ച് 3 മിനിറ്റ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഭാഗ്യവശാൽ വിമാനം ഇപ്പോൾ 14,000 അടിയിലാണ്. യാത്രക്കാർക്ക് ശ്വസിക്കാൻ കഴിയും. ഈ ദ്രുതഗതിയിലുള്ള ഇറക്കം മിക്ക യാത്രക്കാർക്കും ഹൈപ്പോക്സിയയുടെ സാധ്യത കുറച്ചു. മിമി ടോംകിൻസ് മൗയി എയർപോർട്ടുമായി ബന്ധപ്പെട്ടു. എല്ലാ അടിയന്തര സേവനങ്ങളും അവരുടെ ലാൻഡിങ്ങിനായി നിൽക്കാൻ അഭ്യർത്ഥിച്ചു. ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും റൺവേയിൽ കാത്തുനിന്നിരുന്നു. 1 മിനിറ്റിന് ശേഷം വിമാനം 10,000 അടിയിലെത്തി. പക്ഷെ മറ്റൊരു പ്രശ്നം ഉയർന്നു. 10,000 അടി ഉയരമുള്ള ഒരു പർവ്വതം ഹലേ കാല സബ്മിറ്റ് അവയ്ക്കും മൗയി എയർപോർട്ടിനും ഇടയിൽ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ റോബർട്ട്സ് വിമാനത്തിന്റെ വേഗത 210 നോട്ടിൽ നിന്ന് 170 നോട്ടിലേക്ക് കുറച്ചു. അവർ 2 ദ്വീപുകൾക്കിടയിൽ ശ്രദ്ധാപൂർവം നാവിഗേറ്റ് ചെയ്തു. പർവ്വതത്തെ ഒഴിവാക്കി വിമാനത്താവളത്തിലേക്ക് തിരിഞ്ഞു. ഈ സമയത്ത് യാത്രക്കാർ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ തുടങ്ങി. പൈലറ്റ് ജീവനോടെയുണ്ടെന്നും വിമാനത്തെ സമർത്ഥമായി നിയന്ത്രിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി. അവർ റൺവേയുടെ അടുത്തെത്തിയപ്പോൾ മിമി ടോംകിൻസ് ലാൻഡിംഗ് ഗിയർ വിന്യസിച്ചു. 3 സെറ്റ് വീലുകൾ ഉണ്ടായിരിക്കണം. 2 പിന്നിലെ പ്രധാന ഗിയറുകളും ഒരു ഫ്രണ്ട് നോസ് ഗിയറും. പ്രധാന ഗിയർ വിജയകരമായി വിന്യസിച്ചു. സാങ്കേതികമായി മൂക്ക് ഗിയർ ഇല്ലാതെ അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു ബെല്ലി ലാൻഡിംഗ് സാധ്യമാണ്. എന്നിരുന്നാലും വിമാനത്തിന്റെ മധ്യഭാഗം ദുർബലമായതും മേൽക്കൂര നഷ്ടപ്പെട്ടതും ബെല്ലി ലാൻഡിംഗ് വിമാനം തകരാൻ ഇടയാക്കുമെന്ന് പൈലറ്റുമാർ ഭയപ്പെട്ടു. ഇന്ധന ടാങ്ക് പൊട്ടിയാൽ അത് വലിയ സ്ഫോടനത്തിന് സാധ്യതയുണ്ട്. ഈ വിമാനം നോസ് ഗിയർ ഇല്ലാതെ ആയിരുന്ന അവസ്ഥയിൽ റൺവേയിൽ മൂക്ക് തൊടുമ്പോൾ തകരാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ധന ടാങ്ക് വിള്ളലിനും നാടകീയമായ തീ അല്ലെങ്കിൽ സ്ഫോടനത്തിനും കാരണമാകും.
മറ്റ് വഴികളൊന്നും തന്നെ ഇല്ലാതെ പൈലറ്റുമാർ കഴിയുന്നത്ര ശ്രദ്ധയോടെ ലാൻഡിംഗ് നടത്താൻ തീരുമാനിച്ചു. റൺവേ ദൃശ്യമായപ്പോൾ യാത്രക്കാർ ആഘാതത്തിൽ നിന്ന് ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റുള്ളവർ ചുറ്റും കൂടിയവരെ കെട്ടിപ്പിടിച്ചു. അവർ തമ്മിൽ അവസാനമായി കണ്ടത് ഇതായിരിക്കാം. മിക്ക യാത്രക്കാരും അപ്പോഴും ഭയങ്കര ഭയത്തിലായിരുന്നു. വിമാനം ഇറങ്ങിയതോടെ അരികിലേക്ക് നീങ്ങാൻ തുടങ്ങി. തങ്ങളുടെ ഇടത് എഞ്ചിൻ തകരാറിലാണെന്ന് പൈലറ്റുമാർക്ക് മനസ്സിലായി. അവർ എഞ്ചിൻ സ്വമേധയാ പുനരാരംഭിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് കഴിഞ്ഞില്ല. ഈ സമയം റൺവേയിൽ എമർജൻസി സർവീസുകൾ ഒരുക്കിയിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ, ആംബുലൻസുകൾ എല്ലാവരും ഏറ്റവും മോശം സാഹചര്യത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 1:56 എയർപോർട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും തങ്ങൾക്ക് ആവശ്യമാണെന്ന് പൈലറ്റുമാർ മൗയി ടവറിനെ അറിയിച്ചു. ഇതിനിടെ റൺവേയിൽ ഒരാൾ ബൈനോക്കുലർ ഉപയോഗിച്ച് വിമാനം ട്രാക്ക് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് നോസ് ഗിയർ വിജയകരമായി പുറത്തിറക്കിയതായി കണ്ടത്. വിമാനത്തിന് ബെല്ലി ലാൻഡിംഗ് ആവശ്യമില്ല, അവർ പൈലറ്റുമാരെ അറിയിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് 1:58 സ്ഫോടനം കഴിഞ്ഞ് കൃത്യം 13 മിനിറ്റും 42 സെക്കൻഡും കഴിഞ്ഞ് അലോഹ എയർലൈൻസ് ഫ്ലൈറ്റ് 243 റൺവേയിൽ സ്പർശിച്ചു. ബ്രേക്കുകൾ ഉപയോഗിക്കുന്നതിന് പുറമെ ശേഷിക്കുന്ന എഞ്ചിന്റെ ത്രസ്റ്റ് റിവേഴ്സറും ക്യാപ്റ്റന്മാർ ഉപയോഗിച്ചു. പതിയെ പതിയെ വിമാനം സുരക്ഷിതമായി നിന്നു. റൺവേയിലുണ്ടായിരുന്ന അത്യാഹിത വിഭാഗങ്ങൾ ശ്വാസമടക്കി. വിമാനത്തിൽ നിന്ന് എമർജൻസി എക്സിറ്റ് വഴി യാത്രക്കാരെ ഇറക്കി. ഇതിൻ്റെ ഒരു യഥാർത്ഥ വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. അവിടെ യാത്രക്കാർ സുരക്ഷിതത്വത്തിലേക്ക് തെന്നിമാറുന്നത് കാണാം. അവർ ക്യാപ്റ്റനെ അഭിനന്ദിക്കുകയും തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയുകയും ചെയ്തു. ഇവരിൽ ഭൂരിഭാഗവും സുരക്ഷിതരാണെങ്കിലും പലർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. സീറ്റ് 5A-യിലിരുന്ന 84 വയസ്സുള്ള ഒരു സ്ത്രീ യാത്രികയുടെ തലയോട്ടിക്ക് പൊട്ടലും ഏറ്റവുമധികം പരിക്കുമേറ്റു. 6A-യിലിരുന്ന യാത്രക്കാരന്റെ കൈക്ക് ഒടിവുണ്ടായി. 4 മുതൽ 7 വരെ വരികളിലെ ഭൂരിഭാഗം യാത്രക്കാർക്കും ഈ ഭാഗത്തെ മേൽക്കൂര പറന്നുപോയതിനാൽ ഗുരുതരമായി പരിക്കേറ്റു. 8 മുതൽ 21 വരെ വരികളിലെ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ഇതുകൂടാതെ 21 യാത്രക്കാർക്ക് പരിക്കില്ല. എയർ ഹോസ്റ്റസ് ജെയിൻ സ്റ്റോ അബോധാവസ്ഥയിൽ തുടർന്നു. എയർ ഹോസ്റ്റസ് മിഷൽ ഹോണ്ട സുരക്ഷിതയാണ്. ലാൻഡിങ്ങിന് ശേഷം ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അവർ യാത്രക്കാരുടെ എണ്ണം കണക്കാക്കി. അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരാളൊഴികെ എല്ലാവരും സുരക്ഷിതരും ജീവനോടെ ഉണ്ടായിരുന്നു. 58-കാരിയായ എയർ ഹോസ്റ്റസ് സിബി ലാൻഡിംഗ് മാത്രമാണ് ഈ സംഭവത്തിൽ മരിച്ചത്. തിരച്ചിൽ സംഘങ്ങൾ പിന്നീട് അവളെ കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അവളുടെ മൃതദേഹം കണ്ടെത്താൻ ആയില്ല. അവൾ കടലിന്റെ ആഴങ്ങളിലേക്ക് എന്നേക്കുമായി അപ്രത്യക്ഷമായി. ബാക്കിയുള്ള 94 പേർ രക്ഷപ്പെട്ടു. അവർ അതിജീവിച്ചത് ഭാഗ്യം മാത്രമായിരുന്നു. ഇല്ല, ക്രെഡിറ്റ് സാങ്കേതിക ഉപകരണങ്ങൾക്കാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് സീറ്റ് ബെൽറ്റുകളെ കുറിച്ചാണ്. ഇത്രയധികം ആളുകൾ അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ഫ്ലൈറ്റ് ക്രൂയിസിംഗ് ഉയരത്തിൽ എത്തിയിട്ടില്ലാത്തതിനാൽ സീറ്റ് ബെൽറ്റ് അടയാളം ഇപ്പോഴും ഉണ്ടായിരുന്നു. ആളുകൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു. 4 മുതൽ 8 വരെ വരികളിൽ ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലായിരുന്നുവെങ്കിൽ അവരും വിമാനത്തിൽ നിന്ന് പറന്നുയർന്നേനെ. ഈ സംഭവത്തിന് ശേഷം വാർത്ത പ്രചരിച്ചതോടെ ഈ വിമാനത്തിന്റെ ഫോട്ടോകൾ ആഗോളതലത്തിൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. മേൽക്കൂരയില്ലാത്ത ഒരു അത്ഭുത വിമാനം. ഇതിന് പിന്നിലെ സംഭവത്തിന്റെ കാരണം കണ്ടെത്താൻ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് NTSB അന്വേഷണ സംഘത്തെ അയച്ചു. വിമാനം 89,680 ഫ്ലൈറ്റ് സൈക്കിളുകളും 35,496 ഫ്ലൈറ്റ് മണിക്കൂറുകളും പൂർത്തിയാക്കിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. വിമാനത്തിന്റെ ഫ്യൂസ്ലേജ് അല്ലെങ്കിൽ അതിന്റെ പ്രധാന ബോഡി ദുർബലമായിരുന്നു. ഓരോ തവണയും വിമാനം വായുവിലായിരിക്കുമ്പോൾ മർദ്ദമുള്ള ക്യാബിൻ കാരണം ലോക ഷീറ്റുകൾ വികസിക്കുകയും നിലത്തുമ്പോൾ ഫ്യൂസേജ് ചുരുങ്ങുകയും ചെയ്തു. ഈ നിരന്തരമായ വികാസത്തിന്റെയും സങ്കോചത്തിന്റെയും ചക്രം വിമാനത്തെ ദുർബലമാക്കി. എന്നിരുന്നാലും ഫ്ലൈറ്റ് 243ന്റെ അവസ്ഥ വളരെ ഗുരുതരമായതിനാൽ നിരവധി വിള്ളലുകൾ ഉണ്ടായിരുന്നു. വിമാനം അതിന്റെ ഉയരത്തിലെത്തിയപ്പോൾ മർദ്ദം വിള്ളലുകൾ ലയിപ്പിക്കാൻ കാരണമായി. കൂടാതെ മുഴുവൻ മേൽക്കൂരയും പൊട്ടിത്തെറിച്ചുവെന്ന് NTSB പറഞ്ഞു. NTSBയുടെ അന്തിമ റിപ്പോർട്ട് സംഭവത്തിന്റെ 3 പ്രധാന കാരണങ്ങൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. 1. അലോഹ എയർലൈൻസ് മെയിൻ്റനൻസ് പ്രോഗ്രാം ശരിയായി കൈകാര്യം ചെയ്യുകയോ പരിശോധനകളും ഗുണനിലവാര നിയന്ത്രണങ്ങളും വിലയിരുത്തുകയോ ചെയ്തില്ല. 2. US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ FAA എയർ വേർത്ത്നെസ് ഡയറക്റ്റീവ് പുറപ്പെടുവിക്കുമ്പോൾ സന്ധികളുടെ സമഗ്രമായ പരിശോധന ആവശ്യമില്ല. എന്നിരുന്നാലും ബോയിങ് ഇത് ശുപാർശ ചെയ്തിരുന്നു. എന്നിരുന്നാലും ചെറിയതും അദൃശ്യവുമായ വിള്ളലുകൾ കണ്ടെത്തുന്നതിന് ലോഹത്തിലൂടെ വൈദ്യുത പ്രവാഹം കടത്തിവിടുന്നത് ഉൾപ്പെടുന്ന
എഡ്ഡി കറൻസ് ടെക്നിക് എന്ന പുതിയ പരീക്ഷണ രീതി ഉപയോഗിക്കാൻ FAA അലോഹ എയർലൈൻസിന് നിർദ്ദേശം നൽകി. അലോഹ എയർലൈൻസ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതായി അവകാശപ്പെട്ടെങ്കിലും പിന്നീട് കള്ളം പറയുകയും അവരുടെ വിമാനങ്ങൾ ശരിയായി പരിശോധിച്ചില്ലെന്നും കണ്ടെത്തി. 3. പഴയ ബോണ്ടിംഗ് ടെക്നിക്കിലെ പ്രശ്നങ്ങൾ കണ്ടെത്തിയപ്പോൾ FFAയും പ്രശ്നങ്ങളെ നിസ്സാരമായി കാണിച്ചു. 51,000 ഫ്ലൈറ്റ് മണിക്കൂറുകളും 75,000 സൈക്കിളുകളും 20 വർഷം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ബോയിങ് 737 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫ്ലൈറ്റ് 243ന്റെ മൊത്തം ഫ്ലൈറ്റ് സമയം ഇതിൽ താഴെയാണെങ്കിലും ഹ്രസ്വദൂര വിമാനങ്ങൾക്കായി വിമാനം ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തി. ഇക്കാരണത്താൽ അതിൻ്റെ ഫ്ലൈറ്റ് സൈക്കിൾ എണ്ണം 90,000 ആയിരുന്നു. അതേസമയം ബോയിങ് 75,000 സൈക്കിളുകളുടെ സേവന ജീവിതം ശുപാർശ ചെയ്തിരുന്നു. വിമാനം അതിൻ്റെ 20 വർഷത്തെ ജീവിതത്തിൻ്റെ അവസാനത്തോട് അടുത്തിരുന്നു എന്നതാണ് ഈ സംഭവത്തിന് മറ്റൊരു കാരണം. ഈ സംഭവത്തിൻ്റെ ഒരു നല്ല ഫലം ബോയിങ്ങിൻ്റെ എല്ലാ പഴയ വിമാനങ്ങളും വീണ്ടും പരിശോധിച്ചു എന്നതാണ്. പിന്നെ അവർ കണ്ടെത്തിയത് എന്താണെന്നറിയാമോ? ഫ്ലൈറ്റ് 243ലെ വിള്ളലുകൾക്ക് സമാനമായി അവയിൽ പലതിനും വിള്ളലുകൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നം ആ വിമാനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഇത് തെളിയിച്ചു. ഈ കപ്പലിലെ മറ്റ് വിമാനങ്ങൾക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊരു നല്ല ഫലം, ഈ സംഭവം മുതൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ലോകമെമ്പാടും സുരക്ഷാ നിയന്ത്രണങ്ങൾ കർശനമാക്കി. 1991 ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി അതിൻ്റെ ഏജിംഗ് എയർക്രാഫ്റ്റ് സേഫ്റ്റി പ്രോഗ്രാം ആരംഭിച്ചു. ഈ പ്രോഗ്രാം അനുസരിച്ച് എല്ലാ പഴയ വിമാനങ്ങളും ഇപ്പോൾ നിർബന്ധിത പരിശോധനകൾക്കും നിയന്ത്രണ പരിപാടികൾക്കും വിധേയമാക്കേണ്ടതുണ്ട്. ഇതിനുശേഷം വിള്ളലുകൾ കണ്ടെത്തുന്നതിനുള്ള വിമാന അറ്റകുറ്റപ്പണികളിൽ ഉപയോഗിക്കുന്ന സാങ്കേതികതകൾ എന്നേക്കുമായി മാറ്റി. മനുഷ്യന്റെ കണ്ണുകളെ ആശ്രയിക്കാത്ത എഡ്ഡി കറന്റ്, അൾട്രാസോണിക് ടെസ്റ്റിംഗ് തുടങ്ങിയ രീതികളാണ് ഇത്തരം വിള്ളലുകൾ നേരത്തെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അലോഹ എയർലൈൻസ് വിമാനങ്ങൾ പോലെ ഹൈ സൈക്കിൾ വിമാനങ്ങൾക്കും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി. അവ ഇപ്പോൾ കൂടുതൽ തവണ പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കൻ ഗവൺമെന്റ് 1988 ഏവിയേഷൻ സേഫ്റ്റി റിസർച്ച് ആക്ട് എന്ന പുതിയ നിയമം പാസ്സാക്കി. പഴകിയ വിമാനങ്ങളുടെ ഘടനയും പ്രശ്നങ്ങളും നന്നായി മനസ്സിലാക്കാനും ആസൂത്രണം ചെയ്യാനും വേണ്ടിയായിരുന്നു അത്. മൊത്തത്തിൽ ഈ ഒരു സംഭവം വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങളെ എന്നേക്കുമായി മാറ്റിമറിച്ചു. അതിനുശേഷം ഇതുപോലെ ഒരു സംഭവം വീണ്ടും ഉണ്ടായിട്ടില്ല. അവിശ്വസനീയമായ ഈ കഥയിലൂടെ ഏറ്റവും തീവ്രമായ സാഹചര്യങ്ങളിൽ പോലും ആളുകൾക്ക് എത്രത്തോളം സഹിഷ്ണുത പുലർത്താൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു. യാത്രക്കാരും ജീവനക്കാരും കാണിച്ച ധൈര്യവും പൈലറ്റുമാരുടെ പെട്ടെന്നുള്ള പ്രതികരണവും ഒരു സമ്പൂർണ്ണ ദുരന്തമാകുമായിരുന്നതിനെ അതിജീവനത്തിൻ്റെ കഥയാക്കി മാറ്റി. ഇതുപോലുള്ള സംഭവങ്ങൾ ആകാശത്തിലെ സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വർഷങ്ങളായി വ്യോമയാനം പഠിച്ച നിരവധി പാഠങ്ങളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ശ്രദ്ധേയമായ ഇവന്റ് പരിവേഷണം ചെയ്യാൻ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ രൂപപ്പെടുത്തുന്ന കൂടുതൽ കഥകൾ കണ്ടെത്തുന്നത് തുടരാം. വീഡിയോ അവസാനിപ്പിക്കുന്നു.